ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, ഏവർക്കും നമസ്കാരം. ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ 2 ശ്ലോകങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്ന് ബാക്കിയുള്ള 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. 3-ാമത്തെ ശ്ലോകം: കൊല്ലുന്നത് തങ്കൽ വരിൽ പ്രിയമാമല്ലി വിധിയാർക്കു ഹിതപ്രദമാം, ചൊല്ലേണ്ടത് ധർമ്മ്യമിതാരിലുമൊത്തല്ലേ മരുവേണ്ടത് സൂരികളെ. എല്ലാവരും ആത്മസഹോദരർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരിലും കുടികൊള്ളുന്ന ആത്മചൈതന്യത്തിൻ്റെ പൊരുൾ എന്തെന്നും എങ്ങനെ മറ്റു ജീവികളെ പരിഗണിക്കണമെന്നും ഹിംസ പാപമാണെന്നും ഗുരു വെളിപ്പെടുത്തി തന്നു. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായൊരു ആത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന വലിയ അറിവിൻ്റെ മഹത്വമാണ് ജീവകാരുണ്യ പഞ്ചകത്തിലൂടെ ഗുരു വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. വീണ്ടും ഗുരു പറയുകയാണ്: കൊല്ലുന്നത് തങ്കൽ വരിൽ പ്രിയമാമല്ലി വിധിയാർക്കു ഹിതപ്രദമാം, ചൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലുമൊത്തല്ലേ മരുവേണ്ടത് സൂരികളെ. കൊല്ലുന്നവർ പലരും ആ പ്രവൃത്തിയിൽ ആത്മസംതൃപ്തി അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ കർമ്മവിധിയെക്കുറിച്ച് ഇങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്. കൊല്ലുന്നവൻ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. താൻ ചെയ്യുന്നതിൻ്റെ കർമ്മം, അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ അനന്തരഫലം താൻ അനുഭവിക്കേണ്ടി വരുമോ? താൻ നിരന്തരം ചെയ്യുന്ന പാപകർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കും എന്ന വിധി ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ തൃപ്പാദങ്ങൾ ഈ വലിയ ഒരറിവ് അല്ലെങ്കിൽ വലിയൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലുന്നവൻ ഒരിക്കൽ കൊല്ലപ്പെട്ടേക്കാം. ആ കാര്യം മറന്നു പോകരുത്. കൊല്ലുന്നവൻ താൻ ചെയ്യുന്ന കൊലയിലൂടെ ആത്മസംതൃപ്തി അനുഭവിക്കുന്നവൻ ഓർത്തിരിക്കുക, താൻ ഒരിക്കൽ കൊല്ലപ്പെട്ടേക്കാം. ഇത് പ്രപഞ്ച സത്യമാണ്, പ്രപഞ്ച നിയമമാണ്. ഈ ഒരു ഓർമ്മ കൊല്ലുന്നവനുണ്ടായിരിക്കണം. കൊല്ലുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക, താൻ ആരെയാണ് കൊല്ലുന്നത്? ഈ പാപകർമ്മത്തിൽ നിന്നും തനിക്ക് എന്ത് ലഭിക്കും? തൻ്റെ ആത്മമിത്രത്തെ ഇല്ലാതാക്കുമ്പോൾ താനും ഇല്ലാതെയാകും എന്ന് അറിയുന്നത് നന്നായിരിക്കും. സത്യാനുഭവത്തിന് വഴിതെളിക്കുന്ന ഈ ധർമ്മ നിയമത്തെ അനുസരിക്കുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പണ്ഡിതന്മാരോട് ഗുരു ആവശ്യപ്പെടുകയാണ്. ധർമ്മത്തിൽ നിന്നും വഴുതിപ്പോകാത്ത, ധർമ്മബോധത്തിൽ നിറഞ്ഞ് ആത്മസായുജ്യം നേടി ജീവിത വിജയം കണ്ടെത്തുവാനുള്ള ഗുരുവിൻ്റെ ഈ വലിയ ഉപദേശം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നാം ഈ വലിയ അറിവിലൂടെ മുന്നോട്ട് പോകുക. കൊല്ലുന്നവനേക്കാൾ പാപി തിന്നുന്നവനാണ്. 4-ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു ഇത് വിവരിച്ചു തരികയാണ്. കൊല്ലുന്നവനില്ല ഭുജിപ്പതിന് ആളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം. കൊല്ലുന്നവനില്ല, ഉറപ്പിച്ചു പറയുന്നു, കൊല്ലുന്നവനില്ല, ഭുജിപ്പതിനാളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം. കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്നും ഉരത്വരഹം. തിന്നാൻ ആളില്ലെങ്കിൽ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചിന്തിക്കുക, നാം എന്തുകൊണ്ടാണ് തിന്നാൻ
ആഗ്രഹിക്കുന്നത്. തിന്നാൻ ആരുമില്ലെങ്കിൽ കൊല്ലേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, കൊല്ലുന്നതിനേക്കാൾ പാപമാണ് തിന്നുന്നത്. തിന്നാൻ ആളുള്ളത് കൊണ്ടാണ് കൊല്ലേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ്. സ്വയം ഒരു തെറ്റു ചെയ്യുന്നതിനേക്കാൾ വലുതാണ് തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് പൊതുവായ ഒരു നിയമമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അധർമ്മത്തിനും കാരണം അറിവിൻ്റെ അഭാവം ഒന്നുകൊണ്ട് മാത്രം. അപ്പോൾ നാം മനസ്സിലാക്കുക, തിന്നാൻ ആളുള്ളത് കൊണ്ടാണ് കൊല്ലേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഗുരു ഉറപ്പിച്ചു പറയുന്നു, കൊല്ലുന്നതിനേക്കാൾ പാപം തിന്നുന്നതാണ്. വീണ്ടും ഗുരു പറയുകയാണ്, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവൻ ഇല്ല ശരണ്യത, മറ്റെല്ലാവക നന്മയുമാർന്നിടിലും. ഇവിടെ ഗുരു പറയുന്ന ഈ സത്യം ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരണം. ഭേദചിന്തയില്ലാതെ ആത്മസത്യം ഗ്രഹിച്ച് ജീവിത ലക്ഷ്യം എന്തെന്നറിയുകയാണ് മനുഷ്യധർമ്മം എന്ന് പറയുന്നത്. രണ്ട് എന്ന ചിന്ത വരുന്നതോടെ ആത്മബോധം നഷ്ടപ്പെടുന്നു. ഈ ചിന്ത ആത്മഹിംസയാണ്. ആത്മബോധം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ആത്മഹിംസയാണ്. ആത്മാവിനെ അറിയുക എന്നുള്ളതായിരിക്കണം ജീവിത ലക്ഷ്യം. ആത്മാവിനെ അറിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുകയാണ്. ഞാൻ തന്നെയാണ് എല്ലാം എന്ന വലിയ അറിവിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? നമ്മുടെ അഹങ്കാരം തീർന്നില്ലേ? നമ്മുടെ അസൂയ, നമ്മുടെ സ്പർദ്ധ, നമ്മുടെ കോപം, നമ്മുടെ ഡെമ്പ്, മതം, മാത്സര്യം, ഇമാതിരിയുള്ള എല്ലാ ചിന്തകളും നമ്മളിൽ നിന്ന് വിട്ടകലും. എല്ലാം ഒന്ന് തന്നെയാകുമ്പോൾ മറ്റുള്ളവൻ്റെ മുമ്പിൽ നാം അഹങ്കാരഭാവം കാണിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ. സത്യാന്വേഷി കൊല്ലുകയും തിന്നുകയും അരുത്. ഇവ കാമക്രോധ വികാരങ്ങൾക്ക് കാരണമാകും എന്ന് ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സ് ആത്മാനന്ദം അനുഭവിക്കുമ്പോൾ അഹിംസ താനേ വന്നു ചേരും. അതുകൊണ്ട് ഗുരു പറയുന്നു, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ. കൊല്ലായികിൽ മറ്റു ജീവികളെ ഹിംസിക്കാതിരിക്കുന്നവൻ വിവേകശാലിയാണ്. അല്ലായികിൽ മൃഗത്തോട് തുല്യനവൻ. അല്ലാത്തവൻ മൃഗത്തിന് തുല്യനാണ്. കൊല്ലുന്നവൻ മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും അവന് ഒരിടത്തും അഭയം ലഭിക്കില്ല. ഇതൊക്കെ മഹാഗുരു തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച കാര്യങ്ങളാണ്. മഹത്തായ അഹിംസാവ്രതം ജീവിതത്തിൽ ആചരിച്ച് അനുഷ്ഠിച്ച് ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന മഹാഗുരുവിൻ്റെ ദർശനം, അദ്വൈത ദർശനം, രണ്ടില്ലാത്ത ലോകം, എല്ലാം ഒന്ന് തന്നെ എന്ന ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്ത ജീവകാരുണ്യം നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റ് ജീവികൾക്ക് നന്മ ചെയ്യാനല്ലാതെ അവയെ ഹിംസിക്കാനോ മറ്റുള്ളവയെ ഹിംസിച്ച് ഭക്ഷിക്കുവാനോ നാം ഒരിക്കൽ പോലും തയ്യാറാകില്ല എന്ന സത്യം ഓർത്തുകൊണ്ട് മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് വണങ്ങാം. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. ഇവിടെ ജീവകാരുണ്യ പഞ്ചകം എന്ന മഹാഗുരുവിൻ്റെ 5 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൃതിയുടെ പഠനം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.